എപ്പോഴും ഈ താമര കയ്യിൽ പിടിക്കുന്ന അലങ്കാരം വരുമ്പോഴേ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് താമരപ്പൂ പിടിച്ചിട്ട് ഭഗവാൻ നിൽക്കുന്നത് കാണാനായിട്ട്. പെണ്ണക്കണ്ണനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പല പല അലങ്കാരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും താമരപ്പൂ കയ്യിൽ പിടിച്ച് കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും താമര കയ്യിൽ പിടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, താമരയ്ക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു അത്രേ. വളരെ പണ്ടാണ് കേട്ടോ. അതായത് ശംഖുചക്രഗദാപത്മത്തോട് കൂടിയിട്ടാണല്ലോ മഹാവിഷ്ണു നിൽക്കുന്നത്. അപ്പം അത്രയേറെ താമരയോട് പ്രിയമുള്ളത് കൊണ്ടാണ്, താമരയുടെ ആ ഒരു സൗന്ദര്യം കണ്ടിട്ടാണ് തന്നെ ഭഗവാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്ന് താമരയ്ക്ക് ഇങ്ങനെ തോന്നി. അപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ ആ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് തുളസി ഇല കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ തുളസിക്ക് അത്രയേറെ മഹാത്മ്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, കാണാൻ സൗന്ദര്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഭഗവാന്റെ പാദങ്ങളിൽ കിടക്കേണ്ടി വന്നത്. തനിക്ക് അത്രയേറെ മഹിമയുള്ളത് കൊണ്ടാണ്, ഭംഗിയുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചതെന്നൊക്കെ ഒരു